Hi friends, welcome back to the channel. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് നേരുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മളിപ്പം കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും വലിയ ഗംഭീരമായിട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ ചെറിയ രീതിയിലൊരു ആഘോഷം നമ്മുടെ വീട്ടിലും എല്ലാ വീട്ടിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് പറ്റാത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ, കൂട്ടുകാർ, ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കാം. അവർക്കും നല്ലൊരു ദിവസം, ഇനിയുള്ള നാളുകളെങ്കിലും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ നേരത്തെ ചെയ്തൊരു ചെറിയൊരു പുൽക്കൂടാണ് നമ്മുടെ ഈ ബാക്കിലിരിക്കുന്നത്. വളരെ ചെറിയൊരു പുൽക്കൂടാണ് നമ്മൾ വീട്ടിൽ എല്ലാ വർഷവും ചെയ്യുന്നത്. ഇന്ന് ഈ പ്രാവശ്യം കുറച്ച് തിരക്കും കുറച്ച് സമയത്തിൻ്റെ കുറവുണ്ട്. വളരെ ചെറിയൊരു പുൽക്കൂടാണ് നമ്മൾ സെറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വൈൻ എടുത്ത് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത റീച്ച് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ആ വൈൻ ഇന്നാണ് എടുക്കുന്നത്. നമ്മൾ 23 എടുക്കാമെന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാം അരിച്ച് സെറ്റാക്കി എടുത്ത് വെച്ചിട്ട് 25 ക്രിസ്മസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വൈൻ്റെ ടേസ്റ്റ് കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ ഫുഡ് കുക്ക് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈനിലേക്ക് പോകാം. പിന്നെ പറയാൻ വന്നത് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സാധനം, ഇത് കളറ് അത്ര ക്ലിയർ അല്ല എനിക്ക് തോന്നുന്നു. ഇതൊരു ഗ്രീൻ സംഭവമാണ്, പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ വേറെ കളറായിട്ട് തോന്നുന്നു. ലൈറ്റിൻ്റെയൊക്കെ എനിക്ക് ഇഷ്യൂ ആയിരിക്കും. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ വളരെ അടുത്തൊരു കക്ഷി നമുക്ക് ചെയ്തു തന്നൊരു സംഭവമാണ്. നമ്മുടെ പുൽക്കൂട്ടിലേക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേറെ സാധനം കൂടി ചെയ്തു തന്നത് 2 കുഞ്ഞു പിള്ളേർ, നമ്മളെ വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബറായ 2 കുഞ്ഞു പിള്ളേർ നമുക്ക് ചെയ്തു തന്നതാണ്. നമ്മളെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവർ നമുക്ക് ചെയ്തു തന്ന സാധനങ്ങൾ നമ്മുടെ വൈൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവർ ചെയ്താണ്. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് ചെയ്ത്. എന്ന് വെച്ചാൽ സംഭവം വളരെ സിമ്പിളായിട്ട് തോന്നുന്നു. ഒരുപാട് എഫേർട്ട് ഉണ്ട് പുറകിൽ എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനും. അത് കാണിച്ച ആ ഒരു എന്താ പറയുക, ഈ ഒരു ക്രിസ്മസ് സമയത്ത് നമുക്ക് ഇത്രയും ചെയ്ത് തരാൻ കാണിച്ചത് മനസ്സിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആണ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി വിഷസ് നേരുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആസ് ഓൾവേസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആൻഡ് ഹോപ്പ് യു ഗൈസ് ഡൂയിങ് ആബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിനുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊരു ഫുഡ് ബ്ലോഗായിട്ടൊന്നും ആരും കാണരുത്. നമ്മൾ ജസ്റ്റ് വീട്ടിൽ നമ്മുടെ ക്രിസ്മസിന് ചെയ്യുന്നേ ഉള്ളൂ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നത് മാത്രം. അപ്പോൾ നമ്മൾ 3 പേരടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ് എൻ്റേത്. അപ്പോൾ നമുക്ക് 3 പേർക്കുള്ള ഫുഡ് മാത്രം കുക്ക് ചെയ്താൽ മതി. ഈ പ്രാവശ്യം നമുക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരുമില്ല. കുറച്ച് പേര് വരാനുള്ളത് ഇന്നലെ വന്നിട്ട് അവർ പോയി. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ആരുമില്ല. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവോള വറുത്തെടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ചെറിയൊരു ക്രിസ്മസ് ട്രീ ചെയ്തു തന്നത് നമ്മുടെ വളരെ അടുത്തൊരു ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് വരും വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്താ പറയുക, നമുക്കിനി വരുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ ആളെ നേരിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വേറൊരു സാധനം, അത് നമ്മൾ വൈൻ്റെ വീഡിയോയുടെ സൈഡിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിരുന്നത് നമ്മൾ 2 കുഞ്ഞു പിള്ളേരാണ്. കുഞ്ഞാറ്റ എന്ന് പറയുന്നത്, പിന്നെ പുള്ളിക്കാരിയുടെ ചേട്ടനാണ്. ഒരാൾ 5-ലും ഒരാൾ 9-ലും തോന്നുന്നു. അപ്പോൾ 2 പേർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, ചെയ്തു തന്നതിൽ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള സംഭവമാണ് ചെയ്തു തന്നത്. നമ്മൾ എന്താ പറയുക, ഒരാൾക്ക് തരുന്ന ഗിഫ്റ്റിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി പ്രൈസ് അതല്ല, അവർക്ക് നമുക്ക് തരാൻ കാണിച്ച ഒരു മനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്താൽ നമുക്ക് കുക്കിംഗ് വീഡിയോ അല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് കാണിക്കുന്നത്. നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉള്ള കിട്ടുന്നത്. കാരണം ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോഴത്തേനും കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം.
ഇതൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ അതൊന്നും കാണിക്കാത്തത്. അപ്പം ജസ്റ്റ് ഇത് ഇടുക. ജസ്റ്റ് നമ്മൾ റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ എന്താ പറയുക ഉള്ളിയും നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ക്രിസ്മസിനൊക്കെ നമുക്ക് പണ്ട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഒരുപാട് ഫ്രണ്ട്സ് വരും, റിലേറ്റീവ്സ് വരും. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് സെലിബ്രേഷൻസ് ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. പിന്നെ പൊതുവേ നമ്മൾ കാലങ്ങൾ കഴിയും തോറും ആൾക്കാരൊക്കെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. ശരി, ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇതേപോലെ നമ്മൾ റൈസൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കോരിയെടുക്കുക. നല്ല മണമുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെങ്കിലും നമുക്ക് നല്ല ഫ്ലേവറും നല്ല മണമൊക്കെ ഉണ്ട്. ഇനി കഴിച്ച് നോക്കുമ്പോൾ അറിയാം എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ള കാര്യം. നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഷേപ്പൊക്കെ ആക്കി കൊടുക്കുക. നമ്മളിത് ഇലയിലാണ് നമ്മൾ അപ്പം നമ്മൾ ഇലയിലാണ് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ഇലയിലിങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മുടെ ചൂട് ബിരിയാണി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ റൈത്ത, നമ്മുടെ സാലഡ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താ പപ്പടം, ഇതിൻ്റെ കൂടെ ഒരു ഐറ്റമാണല്ലോ നമ്മുടെ പപ്പടവും മറ്റു കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ പപ്പടം വെക്കുന്നുണ്ട്. അച്ചാറുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വെറുതെ ഇച്ചിരി കോഴി പൊരിച്ചതും കൂടെ നമ്മൾ വെക്കുന്നു മാത്രം, വെറുതെ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ നമ്മൾ സൈഡിലിരിക്കുമ്പോൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ക്രിസ്മസിൻ്റെ ചെറിയ ഫുഡ്. ഇനി നമുക്ക് ഇത് കഴിക്കുക എന്നുള്ളതാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ വൈനിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഓറഞ്ച് വൈൻ. പക്ഷെ കണ്ടിട്ട് ഓറഞ്ച് വൈനായിട്ട് തോന്നുന്നില്ലല്ലേ? നമുക്ക് ഓറഞ്ച് വൈനാണത്. നമ്മൾ പൈനാപ്പിൾ കേക്കാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ടോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കേക്ക് ബേക്ക് ചെയ്തെടുത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു ഓറഞ്ച് വൈൻ വിത്ത് പൈനാപ്പിൾ കേക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കഴിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കിയെന്ന് വിശ്വസിക്കുന്നു വൈൻ്റെ കാര്യം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്രിസ്മസിനും ഇതേപോലൊരു വൈൻ തയ്യാറാക്കി നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ക്രിസ്മസ് ആഘോഷം. വളരെ ചെറിയൊരു ക്രിസ്മസ് ആഘോഷമാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ക്രിസ്മസ് ഇതേപോലെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ, നല്ലൊരു നാളേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.